ഓണം വെക്കേഷന് സ്കൂൾ അടയ്ക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു. അടച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഒരു കല്യാണമുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് നേരെ കൊച്ചുമകനും മകളും മരുമകനും വീട്ടിലേക്കെത്തി. ഉത്സവരാവുകൾ തുടങ്ങുകയാണ്. വീട്ടിലെത്താൻ നേരമില്ല. ഉടനെ പറഞ്ഞു മാളിൽ പോകണം. വീടിനടുത്തുള്ള ഒരു ഗ്രാൻഡ് മാളുണ്ട്. മാളിൽ പോയി ഇഷ്ടമുള്ള വിനോദങ്ങളിലും കളിപ്പാട്ടങ്ങളുമൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് കൊച്ചുമകൻ. ഇവൻ വന്നാൽ പിന്നെ എൻ്റെ ഏറ്റവും വലിയ കളിക്കൂട്ടുകാരനായി ഇവനുണ്ടാകും ഏതു നേരവും. ഞങ്ങളാണ് പിന്നത്തെ യാത്രകളൊക്കെ. രാപകലില്ലാതെ യാത്രകളും കളികളും തന്നെയാണ് വീട്ടിൽ വന്നാൽ. ഉടനെ മാളിലെത്തി ഇഷ്ടപ്പെട്ട കാറുകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിക്കുകയാണ്. 1000 കളിപ്പാട്ടങ്ങൾ വീട്ടിലുണ്ടെങ്കിലും എത്ര കണ്ടാലും നമുക്ക് പോലും കൊതി തോന്നുന്ന കളിപ്പാട്ടങ്ങളും കാറുകളും ഒക്കെയാണല്ലോ ഇരിക്കുന്നത്. എനിക്കും ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. അങ്ങനെ അവനോടൊപ്പം ഞാനും പങ്കാളിയോടെ കൂടിയിട്ട് ഗ്രാൻഡ് മാളിൽ വെറുതെ ഇങ്ങനെ കയറുകയും ഇറങ്ങുകയും ചെയ്ത് പുള്ളി എക്സ്കവേറ്ററിലൊക്കെ സ്വന്തമായി അഭ്യാസ പ്രകടനം നടത്തിക്കൊണ്ട് ഇങ്ങനെ ആർത്തു ഉല്ലസിക്കുകയാണ്. ഞാനും ഭാര്യയും ഇതെല്ലാം കണ്ട് മാറി നിന്ന് ആസ്വദിക്കുകയും ചെയ്യുന്നു. ഓണത്തിൻ്റെ വൈബായതുകൊണ്ട് മാളൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. തിരക്കുകൾ കൂടി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുക എന്നുള്ള ലക്ഷ്യവും ഞങ്ങൾക്ക് ഉണ്ട്. വീടിനടുത്തായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാളിൽ പോവുകയും അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങുകയും ചെയ്യുമ്പോൾ അതൊരു ഇല്ലാത്ത സന്തോഷം കിട്ടുന്ന ഒരു ഏർപ്പാടാണല്ലോ. അങ്ങനെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട വിനോദങ്ങളിലൊക്കെ പുള്ളി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നിനെയും പുള്ളി വരുമ്പോഴൊക്കെ ഇദ്ദേഹം ഈ റൈഡിലൊക്കെ കയറാറുണ്ട്. അങ്ങനെ ഞാനും അതെല്ലാം ആസ്വദിച്ച് ഒരു ബാല്യത്തിലേക്കെന്ന പോലെ മനസ്സ് കുറിപ്പിച്ച് കാതോർത്തിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകളുണ്ടല്ലോ. ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യത്തിൻ്റെ പടിവാതിക്കലൊക്കെ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു അനുഭവം എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാനാവില്ല. അവരോടൊപ്പം കളിക്കുമ്പോൾ നമ്മളും ആ കളിയിൽ പങ്കാളികളായതുപോലെ നമുക്ക് അനുഭവപ്പെടുകയാണ്. നമുക്ക് വീണ്ടും ചെറുതാവണമെങ്കിൽ നമ്മൾ കുട്ടികളോടൊപ്പം കളിക്കുകയും ഇടപഴകുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഏക പോംവഴി. അതല്ലാതെ മറ്റ് പല ശാസ്ത്രീയ വശങ്ങളുമൊക്കെ ഇപ്പോൾ ഉണ്ടെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. നമ്മൾ വീടിൻ്റെ പിന്നാമ്പുറങ്ങളിലും മുന്നാമ്പുറങ്ങളിലും അകത്തളങ്ങളിലുമൊക്കെയായി ചെറിയ ചെറിയ പണികളും ഈ കൊച്ചുമകൻ്റെയും മകളുടെയും ഒക്കെ കൂടെ കളിച്ചും ചിരിച്ചും അങ്ങനെ നമ്മളൊരു ബാല്യത്തെ വരവേൽക്കുകയാണ്. ഓണം വന്ന് 1-ാം ദിവസം തുടങ്ങിയേ ഉള്ളൂ. ഉടനെ മാളിലേക്കാണ് പോയത്. അത് കഴിഞ്ഞ് ന്യായമായ സമയം മാളിൽ ചിലവഴിച്ചു. കാരണം അവന് ഇഷ്ടപ്പെടുന്നത് വരെയാണ് അവൻ്റെ കളികൾ. എന്നാൽ രാത്രി ആയതുകൊണ്ട് ഒത്തിരി നേരം നിന്നില്ല. ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ പുള്ളിയും കൂടെ അതിനകത്തൂടെ എല്ലാം നടന്നു തിരിഞ്ഞ് കളിപ്പാട്ടങ്ങളിലൊക്കെ മാക്സിമം കളിച്ചും ആ റൈഡുകളൊക്കെ മാക്സിമം ഉപയോഗിച്ചും പിന്നീട് മാളൊക്കെ ചുറ്റി നടന്ന് കാണുമ്പോൾ ഓണത്തിൻ്റെ വഞ്ചിയും കുടയും മുത്തുക്കുടയും ഒക്കെയായി അലങ്കരിച്ച് വയ്ക്കുന്നത് കണ്ടപ്പോൾ പുള്ളിക്ക് ഒരാഗ്രഹം. വഞ്ചി തുഴയുന്നതൊക്കെ പുള്ളി കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ആസ്വദിച്ച് പുള്ളി ആർഭാടമായി ഓടിച്ചാടി നടക്കുകയാണ്. പങ്കാളിയും ഞാനും അതെല്ലാം കണ്ട് ആസ്വദിച്ചും ഇങ്ങനെ ഇരിക്കുന്നു. പച്ചപ്പാണിൻ്റെ സന്തോഷം ഈ ചാനലിൽ ഇത്തരം കൊച്ചു കൊച്ചു വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് സംപ്രേഷണം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടുതൽ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. ആ കുഞ്ഞ് ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് തത്സമയം കണ്ടുകൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിലെ വാർദ്ധക്യത്തിൻ്റെ പടിവാതിൽ കണ്ടു തുടങ്ങിയാൽ പലരും ഇനി എന്ത് എന്നുള്ള ചിന്തയിൽ മുഴുകി പ്രാർത്ഥനകളും ആരാധനകളുമൊക്കെയായി വെറുതെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് പതിവ്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലരാവേണ്ടത്. സൂക്ഷ്മതയോടെ ഓരോ സ്റ്റെപ്പും നടന്ന് നമുക്കെത്താവുന്ന ഇടങ്ങളിലെല്ലാം എത്തി കാണുന്ന കാഴ്ചകളും അത്യാവശ്യം ലഘു ഭക്ഷണങ്ങളുമൊക്കെ കഴിച്ച് മാക്സിമം ആസ്വദിച്ച് നടക്കുക എന്നുള്ളതാണ് വാർദ്ധക്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ ചെറിയ ചെറിയ അധ്വാനങ്ങളും വീട്ടിലെ കൊച്ചു കൊച്ചു വേലകളും
ചെറിയ ചെറിയ പച്ചക്കറി കൃഷികളോ പെറ്റായിട്ടുള്ള മൃഗങ്ങളെ പക്ഷികളെ വളർത്തുകയോ പുസ്തകങ്ങൾ വായിക്കുകയോ ഇഷ്ടമുള്ള വിനോദങ്ങളിലൊക്കെ ഏർപ്പെട്ട് നമ്മൾ ഭൂരിഭാഗവും സമയം പകൽ ഉറങ്ങാതെ കണ്ട് നമ്മൾ ആസ്വദിച്ചു പോകണമെന്നാണ് എനിക്ക് പ്രായമേറിയവരോട് പറയുവാനുള്ളത്. ഞങ്ങളങ്ങനെ മാളിൽ നിന്നെല്ലാം പറക്കി സാധനങ്ങളൊക്കെ വാങ്ങി തിരികെ എത്തി ഞങ്ങളുടെ വായനശാലയിൽ, വീട്ടിലുള്ള വായനശാലയിൽ പുള്ളിയുടെ കളിപ്പാട്ടങ്ങളെല്ലാം പുള്ളി എല്ലാം അടക്കി പറക്കി എല്ലാം കൊട്ടിക്കുടഞ്ഞ് തൂത്തുവാരി ചൂലുകൊണ്ട് നിലമൊക്കെ അടിച്ചതിന് ശേഷം പുള്ളി എല്ലാം അടക്കി ഒതുക്കി വച്ചിരിക്കുന്നത് കാണിച്ചു തരുന്നതാണ് ഈ കാണുന്നത്. ഒരിക്കൽ ഞാനും മകനും കൂടി, ഈ കൊച്ചുമകനും കൂടി വായനശാലയിലെ പുസ്തകങ്ങളെല്ലാം പൊടി തട്ടി അടക്കി വച്ചിരുന്നു. ആ കാര്യത്തെക്കുറിച്ചും പറയുകയാണ്. അങ്ങനെ കിടന്നുറങ്ങി നേരം വെളുത്തില്ല. 6:30 മണിക്ക് ഉണർന്ന് നമുക്ക് അബ്ബാസ്ക്കാടെ കടയിൽ പോയി കാലിച്ചായ കുടിക്കണം. അവൻ വരുമ്പോഴുള്ള ഒരു ശീലമാണ്. ഇടയ്ക്കിടയ്ക്ക് ഒമാൻ ഹോട്ടൽ എന്ന് പറയുന്നൊരു കൊച്ചു ചായക്കടയുണ്ട്. അബ്ബാസിൻ്റേതാണത്. വാഴപ്പള്ളി ജംഗ്ഷനിലാണ്. അവിടെ പോയി ഒരു കാലിച്ചായ മാത്രം, മറ്റ് കഴിക്കാനൊന്നും വേണ്ട. അതാണ് പുള്ളിയുടെ ശീലം. അങ്ങനെ ആ ആഗ്രഹവും സബലീകരിക്കാൻ രാവിലെ തന്നെ പുറപ്പെട്ടു. ഇപ്പോൾ സമയം 7 മണി. കാലിച്ചായമെല്ലാം കഴിച്ചപ്പോൾ വെറുതെ അടുക്കളയിലേക്കൊന്ന് നോക്കിയപ്പോഴാണ് അവിടുത്തെ ആ നാടൻ വിഭവങ്ങൾ ഒരുക്കുന്ന രീതി ഞങ്ങൾ കണ്ടത്. അവനും അത് നോക്കി നിന്നു, ഞാനും അത് വല്ലാതെ ആസ്വദിച്ചു നിന്നു. പണ്ട് കാലത്ത് ഇല്ലിക്കുമ്പത്തിലൊക്കെ ആയിരുന്നു പുട്ട് ചുടുന്നത്. ഇന്ന് ഇല്ലിക്കുമ്പങ്ങളൊക്കെ മേളകളിലൊക്കെ കിട്ടാറുണ്ട്. അതൊക്കെ കൊണ്ട് പുട്ട് ചുടുകയാണെങ്കിൽ വല്ലാത്തൊരു അനുഭൂതിയും ടേസ്റ്റുമാണ് അതിനകത്തുണ്ടാകുന്നത്. എന്നാലും ഈ 3 പുട്ടുകുമ്പം വച്ചിട്ടുള്ള പുട്ടുകുത്തുന്ന രീതി ഞങ്ങളൊന്ന് നോക്കി നിന്നു. ഇപ്പോൾ എല്ലാ പണിക്കാരും ഭായിമാരാണല്ലോ. എന്നാലും അവരെല്ലാം സുന്ദരമായി മലയാളികളെക്കാൾ കൂടുതൽ മലയാളം പഠിക്കുകയും വൃത്തിയും മനയുടെ കാര്യത്തിലുമൊക്കെ അവർ നന്നായി ശീലിച്ചിട്ടുണ്ട്. ആ പുട്ട് കൂട്ടുന്ന രംഗമൊക്കെ കാണുമ്പോൾ വായിലൂടെ വെള്ളം ഊറുന്നുണ്ട്. ഞങ്ങൾ അപ്പോൾ ഒരു കാര്യം ചെയ്തു. ഇന്നത്തെ ഭക്ഷണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പുട്ടും മുട്ടക്കറിയും വാങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാലും കുറേ നേരം അങ്ങനെ നോക്കി നിന്നു. പുട്ടും അപ്പവും പൊറോട്ടയും എന്ന് വേണ്ട നാടൻ വിഭവങ്ങളൊക്കെ ഈ കൊച്ചു ഹോട്ടലിൽ നിമിഷം പ്രതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ചിലവുമുണ്ട്. വലിയ വലിയ ഹോട്ടലിലെ പോലെയല്ല. ഇതെല്ലാം അടുക്കളയെല്ലാം ഓപ്പണാണ്. നമുക്ക് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ടുകൊണ്ട് ഇത് ചായ കഴിക്കാം. ആ പുട്ട്, ഒരു 2 കുറ്റി പുട്ടും 2 മുട്ടക്കറിയും വാങ്ങി ഞങ്ങൾ തിരികെ പോരാൻ തീരുമാനിച്ചു. 2 കുറ്റി എന്ന് പറയുമ്പോൾ വളരെ ചെറിയ കുംഭമാണ്. ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക്, മകൾക്കും ഭാര്യയ്ക്കും ഭാര്യയുടെ മാതാവുമുണ്ട്. ചെറുപയർ, കടലക്കറി, മുട്ടക്കറി, ഇതൊക്കെയാണ് ഒരു നാടൻ ഹോട്ടലുകളിലെ രാവിലത്തെ പ്രഭാത ഭക്ഷണങ്ങൾ. അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ വെള്ളം ഊറുന്ന ചില കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചതും. പിന്നെ വെളുപ്പിന് ശേഷമുള്ള ഭക്ഷണം അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പൊറോട്ട, കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണമാണല്ലോ ഇപ്പോൾ പൊറോട്ട. അത്തരത്തിലേക്കായി കഴിഞ്ഞു. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ അവിടുന്ന് അബ്ബാസിനോട്, ഇതാണ് അബ്ബാസിനോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാണ്. ഓരോ ദിവസവും ഇവർ വിരുന്നിന് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഇങ്ങനെ ചായ കഴിക്കുന്ന ഒരു ശീലമുണ്ട്. എനിക്കും വലിയ ഇഷ്ടമാണ് അവനെ കൊണ്ടുപോയി ചായ കഴിക്കാൻ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ പോരാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് എത്തുകയാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും പച്ചപ്പാണിൻ്റെ സന്തോഷമെന്ന ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിർത്തട്ടെ. ഗുഡ് ബൈ.